ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പ്ലാനിന് യൂണി ലെവൽ പ്ലാൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട ഫീച്ചേഴ്സും ഫങ്ഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആകെ മൊത്തം 2 സൈഡാണുള്ളത്, അഡ്മിൻ സൈഡും യൂസർ സൈഡും. ആദ്യം അഡ്മിൻ സൈഡിൽ ഉൾപ്പെടുത്തേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ഓവറോൾ യൂസ് ആൻഡ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും. അതായത് നിങ്ങൾക്ക് എത്ര യൂസേഴ്സ് വന്നിട്ടുണ്ട്, ടോട്ടൽ എത്രത്തോളം പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ കമ്മീഷൻ എത്ര ഏൺ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ വീക്ക്ലി പേയ്മെൻറ്റ് എത്രത്തോളം വന്നിട്ടുണ്ട്, ടോട്ടൽ പേയ്മെൻറ്റ് എത്രയുണ്ട്, ലെവൽ പേ ഔട്ട് വഴി എത്ര എമൗണ്ട് പോയിട്ടുണ്ട്, റെഫറൽ പേ ഔട്ടിൽ ഇതുവരെ എത്ര എമൗണ്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു ഡാഷ്ബോർഡ് വഴി നിങ്ങൾക്ക് അറിയാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് യൂസർ ആരാണെന്നുള്ളത് അറിയാൻ പറ്റും. ആരാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ലാസ്റ്റായിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അറിയാൻ കഴിയും. അവരുടെ നെയിം, അതുപോലെ അവർ എപ്പോഴാണ് ലോഗിൻ ചെയ്തത്, അവരുടെ IP അഡ്രസ്സ്, ഈയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ നിന്ന് ലഭിക്കും. പിന്നെ ഇതുവരെ റീസെൻ്റായിട്ട് എത്ര യൂസേഴ്സ് വിഡ്രോ ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് പോയിട്ടുണ്ട്, ഈയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. അതായത് യൂസറുടെ പ്രൊഫൈൽ നെയിം, അവരുടെ ID, അവർക്ക് ഏത് ടൈപ്പ് ബോണസാണ് കിട്ടിയിട്ടുള്ളത്, അവരുടെ PV എത്രയാണ്, ബോണസ്, ഡേറ്റ് എല്ലാം തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് യൂസർ മാനേജ്മെൻറ്റ്. യൂസർ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ യൂസറിൻ്റെയും ലിസ്റ്റ് കാണാൻ കഴിയും. അതായത് അവരുടെ പ്രൊഫൈൽ നെയിം, പ്രൊഫൈൽ ID, അവരുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അവർ എത്രത്തോളം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അവരുടെ വാല്യൂ എത്രയാണ്, ഇതെല്ലാം തന്നെ അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അവരുടെ ജോയിൻ ഡേറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് പുതിയ യൂസറെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് യൂസർ ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടായി എടുക്കണമെങ്കിൽ 2 ഫോർമാറ്റ് ഉണ്ട്. Excel ആയിട്ടും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം, PDF ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഈ യൂസർ മാനേജ്മെൻറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസറിൻ്റെ പാസ്വേഡ്, അവരുടെ ജീനോളജി, ഡൗൺലൈനിൽ ആരെല്ലാം ഉണ്ട്, ഇതെല്ലാം തന്നെ വ്യൂ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു യൂസറെ ആക്റ്റീവ് മോഡിലേക്കും ഇനാക്റ്റീവ് മോഡിലേക്കും മാറ്റാൻ കഴിയും. പിന്നെ യൂസറുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനുമുള്ള ഓപ്ഷനും ലഭിക്കുന്നുണ്ട്. അടുത്തത് സ്പോൺസർ ഡീറ്റെയിൽസ്. ഇതിൽ നിങ്ങൾക്ക് സ്പോൺസറുടെ ID, സ്പോൺസറുടെ നെയിം എന്നിവ ചേർക്കാൻ കഴിയുന്നുണ്ട്. മൂന്നാമത് വരുന്നതാണ് സൈറ്റ് സെറ്റിങ്സ്. സൈറ്റ് സെറ്റിങ്സിൽ ആദ്യത്തേത് ജനറൽ സെറ്റിങ്സ്. ഇതിൽ നിങ്ങൾക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ കഴിയും. സൈറ്റിൻ്റെ ടൈറ്റിൽ എന്താണ്, URL, കീവേഡ്, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ സൈറ്റിൻ്റെ ഇമെയിൽ, കോൺടാക്റ്റ് നമ്പർ, അഡ്രസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സൈറ്റിൻ്റെ സോഷ്യൽ ലിങ്ക്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉൾപ്പെടുത്തണമോ അതെല്ലാം തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അടുത്തത് നിങ്ങളുടെ സൈറ്റിൻ്റെ ലോഗോയും ഐക്കണും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് അഡ്മിൻ സൈഡിലെ ജനറൽ സെറ്റിങ്സിൽ വരുന്നത്. അടുത്തത് CMS മാനേജ്മെൻറ്റ്. ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി പോളിസി, ബൈബാക്ക് റീഫണ്ട് പോളിസി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ CMS മാനേജ്മെൻറ്റിലെ എബൌട്ട് അസിൽ നിങ്ങളുടെ എബൌട്ട് അസ് പേജിൻ്റെ കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എബൌട്ട് അസ് പേജിൽ എന്തൊക്കെ കണ്ടൻറ്റ് വേണം എന്നുള്ള കാര്യം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ എല്ലാ കണ്ടൻറ്റും ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും. ഹോം പേജ് കണ്ടൻറ്റ്, അതുപോലെ ഏതൊക്കെ ഇമേജസ് ഇൻക്ലൂഡ് ആവണം, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈറ്റ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസും ആഡ് ചെയ്യാൻ പറ്റും. ബ്രാഞ്ച് നെയിം എന്താണ്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സൈറ്റ് സെറ്റിങ്സിൽ തന്നെ നിങ്ങൾക്ക് പാസ്വേഡും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ FAQ, അതായത് നിങ്ങളുടെ സൈറ്റിനുള്ളിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് അതിനൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാം, അത് ആക്ടിവേറ്റ് ആയിരിക്കണോ അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആയിരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാം.
പിന്നീട് അതിൻ്റെ ആക്ഷൻസ്, അതായത് അത് എഡിറ്റ് ചെയ്യണോ, വ്യൂ ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. നാലാമത്തേത് ബിസിനസ് സെറ്റിംഗ്സ്. അതിൽ തന്നെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ പ്രിഫിക്സ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ GST എത്രത്തോളം ഉണ്ടാവണം, യൂസറിന് റെഫറൽ ബോണസ് ഡിസബിൾ ആയിരിക്കണോ അല്ലെങ്കിൽ എനബിൾ ആയിരിക്കണോ, സെൽഫ് റെഫറൽ ബോണസ് എനബിൾ ആയിരിക്കണോ ഡിസബിൾ ആയിരിക്കണോ, അതുപോലെ തന്നെ ലെവൽ ബോണസും എനബിൾ ആയിരിക്കണോ ഡിസബിൾ ആയിരിക്കണോ, ക്യാഷ് റിവാർഡ്, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ്, ഇതെല്ലാം എനബിളും ഡിസബിളും ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തത് MLM കമ്മീഷൻ. അതായത് നിങ്ങളുടെ യൂസേഴ്സിന് എത്രത്തോളം കമ്മീഷൻ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, റെഫറൽ കമ്മീഷനും ലെവൽ കമ്മീഷനും. ഇതിൽ റെഫർ കമ്മീഷനിൽ നിങ്ങളുടെ യൂസറിന് കമ്മീഷൻ എമൗണ്ട് ടൈപ്പിൽ വേണോ പെർസെൻറ്റേജ് ടൈപ്പിൽ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതുപോലെ അവർക്ക് എത്രത്തോളം എമൗണ്ട് പോകണം എന്നുള്ളതും നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. റെഫറൽ കമ്മീഷൻ ആണെങ്കിലും ലെവൽ കമ്മീഷൻ ആണെങ്കിലും ഇത് രണ്ടും നിങ്ങളുടെ മാനേജ്മെന്റിലാണ് ഉള്ളത്. റെഫറൽ കമ്മീഷൻ പോലെ തന്നെ ലെവൽ കമ്മീഷനിലും നിങ്ങളുടെ യൂസറുടെ പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്ഷനിൽ പോയിട്ട് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വന്നാൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് എനബിൾ ചെയ്ത് വെക്കാൻ കഴിയും. അതുപോലെ തന്നെ ഡിസബിളും ചെയ്തു വെക്കാം. ഇതെല്ലാം നിങ്ങളുടെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾക്ക് പുതിയതായി ലെവൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ലെവൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇനി ആറാമത്തത് പേ ഔട്ട്. നിങ്ങളുടെ യൂസറിന് എത്രത്തോളം പേയ്മെന്റ് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതൊക്കെ രീതിയിലുള്ള പേ ഔട്ട് കാണാൻ കഴിയും എന്നാൽ റെഫറൽ പേ ഔട്ട്, ലെവൽ പേ ഔട്ട്, സെൽഫ് റെഫറൽ പേ ഔട്ട്, ഈ 3 പേ ഔട്ടും ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഏത് യൂസറിൽ നിന്നും ഏത് യൂസർക്ക് റെഫറൽ പേ ഔട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എത്ര എമൗണ്ട് ഏത് ഡേറ്റിന് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. പിന്നീട് ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സൽ അല്ലെങ്കിൽ PDF ഫോർമാറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയും. ഏഴാമത്തത് പ്രോഡക്ട്സ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ താല്പര്യമുള്ള പ്രൊഡക്ട്സ് ഇതിലുള്ള ആഡ് പ്രൊഡക്റ്റ് ബട്ടൺ വഴി ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ID, അതുപോലെ ഇമേജ്, പ്രൊഡക്റ്റോടെ നെയിം എന്താണ്, അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കൂടാതെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, അതുപോലെ അതിന് എത്രത്തോളം PV വരുന്നുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവ് ആക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സും ആഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. അതായത് ഒരു പ്രൊഡക്റ്റ് സ്കിൻ കെയർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, ഫിറ്റ്നസ് ഇതുപോലുള്ള കാറ്റഗറീസിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾക്ക് തന്നെ പുതിയതായിട്ട് സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാനും പറ്റും. അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സൽ ആയോ PDF ആയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും. അടുത്തത് പർച്ചേസ്ഡ് ലിസ്റ്റ്. ഈ പർച്ചേസ്ഡ് ലിസ്റ്റിൽ യൂസർ സൈഡിൽ വരുന്ന പർച്ചേസ് എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. യൂസറുടെ നെയിം, പ്രൊഫൈൽ ID, പ്രൊഡക്റ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, എത്ര എമൗണ്ടിന് അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റിൻ്റെ GST എമൗണ്ട്, എല്ലാ ഡീറ്റെയിൽസും തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പർച്ചേസിൻ്റെ സ്റ്റാറ്റസ് സക്സസ് ആണോ പെൻഡിങ് ആണോ എന്നുള്ളത് കാണാൻ കഴിയും. അവരതിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, പേ സ്ലിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, ഏത് ടൈപ്പ് പേയ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്, എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അത് എപ്പോഴാണ് അപ്രൂവ് ആയിട്ടുള്ളത്, ഇതിൽ അപ്രൂവ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടോ ഇല്ലയോ, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡെലിവറി ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ കഴിയും. അടുത്തത് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ഇതിൽ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് ലിസ്റ്റ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണ്, സ്റ്റോക്ക് കൗണ്ട് എത്രയാണ്, ആരാണ് അത് പോസ്റ്റ് ചെയ്തത്, ഡേറ്റ്, IP അഡ്രസ്സ്, ഇതെല്ലാം തന്നെ സ്റ്റോക്ക് ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇനി പുതിയതായി സ്റ്റോക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് സ്റ്റോക്ക് ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ സോൾഡ് സ്റ്റോക്ക് ലിസ്റ്റ്, അതിൽ നിങ്ങൾക്ക് സോൾഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റോക്ക് ലിസ്റ്റും കാണാൻ കഴിയും. അടുത്തതായി വേസ്റ്റേജ് ലിസ്റ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയും. ഒൻപതാമത്തത് ട്രാൻസാക്ഷൻസിൽ യൂസർ സൈഡിലിരുന്നുള്ള എല്ലാ റിക്വസ്റ്റും ഇതിലാണ് കാണിക്കുന്നത്. അതായത് അവരൊരു എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിക്വസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അവരുടെ നെയിം,
സബ്ജക്റ്റ്, റീസൺ, അതുപോലെ അവർ എത്ര എമൗണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നാണ് അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അടുത്തത് വിഡ്രോ ഹിസ്റ്ററി. ഇതിൽ ടോട്ടൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അവരുടെ പ്രൊഫൈൽ ഐ ഡി, നെയിം, ഇതുവരെ ആരെല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വിഡ്രോൺ ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ടാവും. 10ാമത് വരുന്നതാണ് ഏണിംഗ് ഡീറ്റെയിൽസ്. നിങ്ങളുടെ കമ്പനിയുടെ ടോട്ടൽ ഏണിങ്സ് എത്രയാണ് എന്നുള്ളത് ഒരു റിപ്പോർട്ട് ടൈപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഏത് പ്രൊഫൈൽ ഐ ഡിയിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഏണിങ്സ് വന്നിട്ടുണ്ട്, ടോട്ടൽ പർച്ചേസ്, അതുപോലെ ഓരോ ഡീറ്റെയിൽസും 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. അടുത്തത് സബ് അഡ്മിൻ. ഇതെന്തിനാണെന്നാൽ നിങ്ങളുടെ അഡ്മിൻ ഫീച്ചറിലിരുന്ന് ചില ഫീച്ചേഴ്സ് നിങ്ങളുടെ സ്റ്റാഫിന് അസൈൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇവർക്ക് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചില അഡ്മിൻ പേജിലേക്ക് ആക്സസ് കിട്ടും. അത് നിങ്ങളുടെ ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് റിപ്പോർട്ട് മാനേജ്മെൻറ്റ്. ഇതിൽ റെഫറൽ റിപ്പോർട്ട്, ഇൻകം റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, യൂസർ റിപ്പോർട്ട്, റീപർച്ചേസ് റിപ്പോർട്ട്, ഡൗൺലൈൻ യൂസർ പർച്ചേസ്, ഇതെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രൊഫൈൽ ഐ ഡി എന്താണ്, നെയിം എന്താണ്, റെഫറൽ കൗണ്ട് എത്രയാണ്, ഡേറ്റ്, ഇതെല്ലാം തന്നെ ഓരോന്നായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എക്സൽ ആയോ PDF ആയോ കൺവേർട്ട് ചെയ്ത് എടുക്കാനും കഴിയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു പോസ്റ്റോ എന്തെങ്കിലും ഒരു ഫീഡ് പോലെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കോളം സെലക്ട് ചെയ്തിട്ട് ഇമേജ് ആയിട്ടെല്ലാം ആഡ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ടൈറ്റിൽ, ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഈ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാം. സ്ലൈഡറിൽ വരുന്ന കണ്ടന്റ് നിങ്ങൾക്ക് തന്നെ എഡിറ്റ് ചെയ്തെടുക്കാം. പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡും ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ യൂസറിന് മെയിൽ സിസ്റ്റം വഴി വിഷിംഗ് മെയിലോ അല്ലെങ്കിൽ പേഴ്സണൽ മെയിലോ സെൻഡ് ചെയ്യാൻ പറ്റും. ഈ മെയിൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇൻബോക്സ്, ഔട്ട്ബോക്സ്, സെൻഡ് മെയിൽ, റീഡ് മെയിൽ, അൺറീഡ് മെയിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യൂസറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇതൊക്കെയാണ് അഡ്മിൻ സൈഡിൽ വേണ്ട മുഖ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി യൂസർ സൈഡിലുള്ള ഫീച്ചേഴ്സ് നോക്കാം. ആദ്യത്തേത് ഡാഷ്ബോർഡ്. ഇതിൽ റെഫറൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഇതുവഴി അവർക്ക് ന്യൂ ജോയിനേഴ്സിനെ ആഡ് ചെയ്യാനായി പറ്റുന്നുണ്ടാവും. യൂസറിൻ്റെ ലെവൽ, അവരുടെ റെഫറൽ കൗണ്ട് എത്രയാണ്, ടോട്ടൽ ഡൗൺലൈൻ മെമ്പേഴ്സ് എത്രയാണ്, ടോട്ടൽ ഇൻകം, വാലറ്റ് ബാലൻസ്, ടോട്ടൽ റെഫറൽ ബോണസ് എത്രയാണ്, സെൽഫ് റെഫറൽ ബോണസ് എത്രയാണ്, ലെവൽ ബോണസ് എത്ര കിട്ടിയിട്ടുണ്ട്, വിഡ്രോ എമൗണ്ട് എത്രയാണ്, ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും യൂസറിന് അറിയാൻ പറ്റും. യൂസറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി അവരുടെ പേ ഔട്ട് ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അവരുടെ പ്രൊഫൈൽ ഐ ഡി, കമ്മീഷൻ എത്രത്തോളം വന്നിട്ടുണ്ട്, പർച്ചേസ് എത്രത്തോളം വന്നിട്ടുണ്ട്, റെഫറൽ ബോണസ്, ഇതെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്ത് അവർക്ക് കാണാൻ പറ്റും. യൂസർ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഇവിടെ ഉണ്ടാവും. ഏതൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് നെയിം, ഐ ഡി എന്താണ്, ഏത് ഡേറ്റിലാണ് ചെയ്തിരിക്കുന്നത്, ക്വാണ്ടിറ്റി എത്രത്തോളമാണ്, അതിൻ്റെ പ്രൈസ്, അത് പർച്ചേസ് ചെയ്തപ്പോഴുള്ള PV എത്രത്തോളമുണ്ട്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ആയിട്ടുണ്ടോ ഇല്ലയോ, അതുപോലുള്ള ഇൻവോയ്സ് എല്ലാം തന്നെ അവർക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. യൂസേഴ്സ് അവരുടെ വിഷ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ ഈ മൈ വിഷ് ലിസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഏത് പ്രൊഡക്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഇമേജ്, നെയിം, അതിൻ്റെ എമൗണ്ട്, കാർട്ടിലേക്ക് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് താഴെ എത്ര പേരുണ്ട്, ഇനിയും എത്ര സ്പേസ് ഉണ്ട്, അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്, ഇതെല്ലാം തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ യൂസർ വിത്ഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. ആ ഒരു എമൗണ്ട് എത്രയാണ്, അതിൻ്റെ സബ്ജക്റ്റ്, ഡേറ്റ്, അത് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ള സ്റ്റാറ്റസ്, അതെല്ലാം അവർക്ക് വിസിബിൾ ആയിരിക്കും. അടുത്തത് മെയിൽ സിസ്റ്റം. ഈ മെയിൽ സിസ്റ്റം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസറിനും അഡ്മിനും തമ്മിൽ ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് മെയിൽ സിസ്റ്റം ഉള്ളത്. യൂസർ ഇവിടെ അവരുടെ സബ്ജക്റ്റും മെസ്സേജും ടൈപ്പ് ചെയ്ത് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിന് ആ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ടാവും. ഇതിലും ഇൻബോക്സ്, ഔട്ട്ബോക്സ്, ഫോർവേഡ്, റീഡ്, അൺറീഡ്, ഈ ഒരു ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. യൂസേഴ്സിന് ഈ ഒരു ഹോം ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മളുടെ വെബ്സൈറ്റിലുള്ള എല്ലാ പ്രോഡക്ട്സും കാണാൻ കഴിയുന്നതാണ്. അവർക്ക് വേറെ ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് പേജിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഒരു കോൺടാക്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ, കോർപ്പറേറ്റ് ഓഫീസ്, അതുപോലെ നിങ്ങളുടെ മെയിൽ ID, നിങ്ങളുടെ മാപ്പ് അഡ്രസ്സ്, ഇതെല്ലാം തന്നെ ചേർക്കാൻ കഴിയുന്നതാണ്. ഇതുവഴി യൂസേഴ്സിന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും.
ഇതുപോലെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.